കാസർഗോഡ് മഞ്ചേശ്വരത്ത് 18-കാരിയെ പിതാവ് വെട്ടിക്കൊന്നു. കുഞ്ചത്തൂർ തൂമിനാട് സ്വദേശി ജുമൈലയാണ് മരിച്ചത്. അരുൺ പാറക്കൽ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ്, അല്പസമയം മുൻപാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. മഞ്ചേശ്വരം തൂമിനാട് ഹിൽടോപ്പ് നഗർ സ്വദേശിയാണ് ജുമൈല. കുട്ടിക്ക് 18 വയസ്സാണ്. കുട്ടിയുടെ പിതാവ് തന്നെയാണ് കുട്ടിയെ ആക്രമിച്ചിരിക്കുന്നത്. തൂമിനാട് സ്വദേശി ഉമ്മർ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്താണ് ഈ പ്രകോപനത്തിന് കാരണമെന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് പ്രതിയെ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ കൊലപാതകം കണ്ട ആളുകളിൽ നിന്നൊക്കെ പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പെൺകുട്ടി വീട്ടിലേക്ക് എത്തി ആ സമയത്ത് തന്നെ ആക്രമണം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിതാവ് ഉമ്മർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അന്വേഷണം നിലവിൽ നടക്കുകയാണ്. പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഉന്മേഷ്, ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ശീലമുള്ള ആളാണോ? മറ്റെന്തെങ്കിലും വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട? അരുൺ, ഉന്മേഷ്, പോലീസ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ലഹരി ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പോലീസ് ഇതുവരെയും നൽകിയിട്ടില്ല. പക്ഷേ ആ പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ ലഹരിക്ക് അടിമയാണ് എന്നാണ്. ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃത്യം നടത്തിയതെന്ന് ഈ പ്രദേശവാസികളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത അത് പോലീസ് തേടുകയാണ്. പോലീസ് ഈ സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ പ്രതി ഇതുവരെയും വ്യക്തമായ ഒരു മറുപടി നൽകിയിട്ടില്ല. എന്താണ് പ്രകോപനത്തിന് കാരണമെന്നതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രതി നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നാട്ടുകാർ തന്നെയാണ് ഈ പ്രതിയെ തടഞ്ഞു വെച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.